പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ നീ മരിക്കേണ്ടതാണ്, നിനക്ക് പകരം ഞാൻ എന്റെ പുത്രനെ തന്നെ യാഗം കഴിച്ചിരിക്കുന്നു. ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോഴും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ശത്രുത്വം നീങ്ങിപ്പോയിട്ട് ആ പ്രിയപ്പെട്ടവരെ മനുഷ്യനും ദൈവത്തിനും ഇടയിലുണ്ടായിരുന്ന നദിച്ചുവർ ഇടിച്ചു കളഞ്ഞ് തിരശ്ശീല കീറിക്കളഞ്ഞ് ഏത് പാപിക്കും ആചാരങ്ങളോ വഴിപാടുകളോ യാഗങ്ങളോ കർമാദികളോ നൊയമ്പുകളോ ഒന്നുമില്ലാതെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു. ആകിയാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തോടെ യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യം ഇനി ഇല്ല പ്രിയപ്പെട്ടവരെ. ഇനി പൗരോഹിത്യ ശുശ്രൂഷകളില്ല. ഇനി പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കുകയാണ്. ഇനി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം അതെന്താണ് സമാധാനത്തിലേക്കുള്ള പാത തുറന്നിരിക്കുകയാണ്. ആകിയാൽ യേശു ക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഈ യേശു ക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരും പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മടങ്ങി വരും പ്രിയപ്പെട്ടവരെ.